ഹലോ ഗൈസ്, ഗാർഡൻസ് ഒറിജിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ഓഫർ സെയിൽ, അതായത് ക്ലിയറൻസ് ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഓഫറും കാര്യങ്ങളൊക്കെ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ. നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ മദർ പ്ലാന്റ്സ്, അല്ലാത്ത പ്ലാന്റ്സും അഗ്ലോണിമിയും സിങ്കോണിയും അങ്ങനെ ഒരുപാട് വെറൈറ്റീസിൻ്റെ സെയിലും ഉണ്ട്. ക്ലിയറൻസ് സെയിലും കൂടെയാണ് കേട്ടോ നമുക്ക് നടക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ തന്നെ പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചില്ല, കാരണം നമ്മുടെ ഫോണൊക്കെ ഒന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ കുറച്ചധികം തിരക്കും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ തന്നെ പറയുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്ന ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് സെയിലിനൊക്കെ വരുന്ന പ്ലാന്റ്സ്, ഈ വെറൈറ്റി ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന വെറൈറ്റീസ് ഒക്കെ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ് ആണ്. മദർ പ്ലാന്റ് ഒക്കെ നമ്മൾ ഓഫറിന്, നമ്മളിപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് കൂടെ തന്നെ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. കണ്ടോ, ഇതേപോലത്തെ മദർ പ്ലാന്റ്സ് ഒക്കെയാണ്. ഡബിൾ സ്പൈക്കും ഒക്കെ ആയിട്ട് വരുന്ന മദർ പ്ലാന്റും അവൈലബിൾ ആണ്. അപ്പോൾ മദർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ മുന്നേ 800-നും 850-നും 900, അതായത് 800, 850, 900 വരെ നമ്മൾ സെയിൽ ചെയ്ത പ്ലാന്റ്സ് ഇപ്പോൾ ഒരു ക്ലിയറൻസ് ഓഫറിന് നമ്മൾ കൊടുക്കുന്നത് 700-ഉം 720-ക്കുമാണ്, അതായത് 700-നും 720-നാണ്. പക്ഷേ ഈ വെറൈറ്റിക്ക് അത്രയൊന്നും റേറ്റ് ഇല്ല. ഇപ്പം നേരത്തെ കണ്ടതൊക്കെ റേറ്റ് കുറവാണ്. ഇത് മദർ പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു റേറ്റ് പറഞ്ഞത്. അല്ലാത്ത പ്ലാന്റ്സ് നമുക്ക് 550-ക്കൊക്കെയാണ് നമ്മൾ മാക്സിമം കൊടുക്കുന്നത്. ചിലത് മാത്രം എത്തിയ റേറ്റ് ഡിഫറൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെറൈറ്റീസ് ഒക്കെ നമ്മൾ 700-നും 720-ക്കൊക്കെയാണ് കൊടുക്കുന്നത്. അതായത് 700-നും 720-നൊക്കെയാണ് നമ്മൾ ഓഫർ സെയിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം, ഒരുപാട് മദർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ സെയിലായിപ്പോയി. പിന്നെ നമുക്ക് രണ്ടാമത് സ്റ്റോക്ക് വന്നു, അതൊന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ആ പുതിയ സ്റ്റോക്കിൽ കുറേ നമുക്ക് സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലിയറൻസ് സെയിലാണ്. കാരണം നമുക്കിപ്പോൾ കുറച്ച് പുതിയ പ്ലാന്റ്സും വരുന്നുണ്ട്. അതായത് നമുക്കിവിടെ സ്പേസിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാക്സിമം പ്ലാന്റ്സ് ഇപ്പം സെയിൽ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഈ ക്ലിയറൻസ് സെയിൽ വളരെ, അതായത് 1-2 ദിവസം മാത്രമേ കാണത്തുള്ളൂ. കാരണം ഈ ഒരു വെറൈറ്റീസ് ഒന്നും നമുക്ക് ക്ലിയർ ആയാൽ നമ്മൾ ഉടനെ അടുത്ത സ്റ്റോക്ക് വരുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് ഇങ്ങനെ ഈ ഒരു റേറ്റിന് കാണാം. കാരണം പുതിയ സ്റ്റോക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടിയ പ്ലാന്റ്സ് ആണ്, വെറൈറ്റി പ്ലാന്റ്സും കൂടെ നമുക്ക് വരുന്നത്. അത് നമുക്ക് പ്രീ ബുക്കിംഗ് കുറേ പേര് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സുകളെല്ലാം ഉണ്ട്. ഈ മദർ പ്ലാന്റ് എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ 700-ഉം 720, 700-നും 720-നും, അതായത് നമ്മൾ 800-നും 850-നും 900-നൊക്കെ അത്രയും റേറ്റ് എന്ന് വെച്ചാൽ കൂടുതലുള്ള പ്ലാന്റുകൾ നല്ല റേറ്റ് കുറവിനാണ് കൊടുക്കുന്നത്. പിന്നെ അല്ലാത്ത നമ്മുടെ നോർമൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ 550-ക്കും 560-ക്കൊക്കെ, അതായത് നമ്മൾ 650-ക്കും 600-നും ഒക്കെ കൊടുത്തിരുന്ന പ്ലാന്റുകളാണ് ആ ഒരു റേഞ്ചിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പായിട്ട് അയക്കും. നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതാണ് നമ്മുടെ നമ്പർ. അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, ഈ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ 600-ന് ആ നല്ല റേറ്റിനൊക്കെ കൊടുത്ത് നമ്മൾ വെറും 550-ക്കൊക്കെ ഈ വെറൈറ്റി ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ മദർ പ്ലാന്റ്സ് ആണ്. മദർ പ്ലാന്റ്സിൻ്റെ നല്ല 2 ഡബിൾ സ്പൈക്ക് ആയിട്ടുള്ള വലിയ പ്ലാന്റ്സാണ്. പിന്നെ ഈ ഫെലനോപ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു 3 തൊട്ട് 6 മാസം വരെ ഈ ഫ്ലവറൊക്കെ ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 വർഷത്തിൻ്റെ പകുതി വരെ നമുക്ക് ലാസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ അത്രയും കെയർ കൊടുക്കണം. വെള്ളമൊന്നും അതിലൊന്നും പ്ലാന്റിൽ വെള്ളമൊന്നും വീഴാതെ അങ്ങനെയൊക്കെ കൊടുക്കുക. അതായത് നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചൊക്കെ നനയ്ക്കുക. പിന്നെ ഈ വെറൈറ്റീസ്, അപ്പോൾ ഇത് അത്രയും നമുക്ക് നല്ല സ്റ്റോക്സ് ഒക്കെ നമ്മളിപ്പോൾ ക്ലിയർ ചെയ്യുകയാണ്. കാരണം നമുക്കിപ്പോൾ സ്പേസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറവിന് കൊടുക്കുന്നത് കേട്ടോ. നല്ല റേറ്റ് കുറവിനാണ് നമ്മൾ കൊടുക്കുക. അത് മദർ പ്ലാന്റ് ആണ്. മദർ പ്ലാന്റ് മിക്കയിടത്തും എന്താ പറയുക, നല്ല റേറ്റ് 1000-ന് വരെ പുറമേ കൊടുക്കുന്ന മദർ പ്ലാന്റ്സ് ആണ്. കിക്കീസ് ഇല്ലാത്ത മദർ പ്ലാന്റ്സ് അത്ര റേറ്റ് കൊടുക്കും. നമ്മൾ നോർമലി കൊടുക്കുന്ന റേറ്റിൽ നിന്ന് ഇപ്പം ക്ലിയറൻസ് സെയിൽ ഓഫറിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ സിങ്കോണിയം വെറൈറ്റീസ് ആണ്. സിങ്കോണിയത്തിൻ്റെ ആൽബോ, അതായത് ഈ വൈറ്റ് ഉള്ളവരൊക്കെ വരുന്ന വെറൈറ്റിയാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സിങ്കോണിയം ഉണ്ടോ. അപ്പോൾ ഈ സിങ്കോണിയം ഒക്കെ നമുക്ക് 150, 180 അങ്ങനെ പല റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ഈ വെറൈറ്റീസ് ഒക്കെ അത്യാവശ്യം നമ്മൾ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക ഗ്രോ ചെയ്തെടുത്തേനെ. പിന്നെ ചെറിയ പ്ലാന്റ്സ് ചെറിയ വിലയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ വേരിയേഷൻസ് വരുന്നതിൻ്റെ ബേസിസിലായിരിക്കും പ്ലാന്റ് റേറ്റും വരുന്നത്. പിന്നെ അടുത്ത നമ്മുടെ പിങ്ക് പ്രിൻസിൻ്റെതും ഇതേപോലെ വെരിഗേഷൻ വന്ന പ്ലാന്റുകളൊക്കെയാണ് കണ്ടോ. നല്ല പിങ്ക് കളറുള്ള പ്ലാന്റൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിങ്ക് പ്രിൻസ് നമുക്ക് വെറും 250 റുപ്പീസിനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇത് വൈറ്റ് പ്രിൻസ് ആണ്, നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് 300 റേഞ്ചൊക്കെ വരും. ഇതൊക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വൈറ്റ് പ്രിൻസ്. അപ്പോൾ പിങ്ക് പ്രിൻസും വൈറ്റ് പ്രിൻസും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ അഗ്ലോണിമയുടെ സൂപ്പർ റെഡ്. അപ്പോൾ ഇതിൻ്റെ
നല്ല 2 ഷൂട്ട്, ഡബിൾ ഷൂട്ട്, വലിയ 2 ഷൂട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അഗ്ലോണിമയുടെ വലിയ പ്ലാന്റ്സും ബുഷി പോട്ടൊക്കെ ഉണ്ടോ. അപ്പോൾ ഈ പ്ലാന്റ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് 600 650 കേട്ടോ. ഇത്രയും നല്ല ഷൂട്ട് വന്ന പ്ലാന്റ്സ് ആണ്. അപ്പം പലയിടത്തും നല്ല റേറ്റിനാണ് 800-നും 900-നൊക്കെ കൊടുക്കുന്ന പ്ലാന്റാണ് നമ്മൾ ഈ 700 ആ ഒരു റേഞ്ചിന് വരുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ ഷൂട്ടൊക്കെ നമ്മൾ 500 പ്ലാന്റ് ആണ് കേട്ടോ. 500 520 വരുന്ന പ്ലാന്റാണ് ഈ ഒരു വെറൈറ്റി സിംഗിൾ ഷൂട്ടഡ് ആയിട്ടുള്ളത്. ഇത് ഡബിൾ ഷൂട്ടഡ് ആണ്. നല്ല സൈസുള്ള പ്ലാന്റ് ആണെങ്കിൽ കൂടി നമ്മൾ 625 650 ഈ റേഞ്ചിലൊക്കെയാണ് ഇങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണോ വേണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ വരുന്ന നമ്മുടെ ഈ സൂപ്പർ റെഡിന് തന്നെ 3 ഷൂട്ടുള്ള പ്ലാന്റ്. അപ്പം ഈ 3 ഷൂട്ടുള്ളത് പലരും 1000 1200 കൊടുക്കുന്നതാണ്. നമ്മൾ ഓഫറിനാണ് വെറും 750 രൂപയ്ക്കാണ് കേട്ടോ ഈ 3 ഷൂട്ടുള്ള പ്ലാന്റ്സ് തരുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു പ്ലാന്റിന്റെ വില കൂട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം മാർക്കറ്റിൽ ഒരു പ്ലാന്റിന് 500 550 ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ 400 ആണെങ്കിൽ തന്നെ 3 പ്ലാന്റ് 1200 ആവുന്നതാണ്. അപ്പം നമ്മൾ അത്രയും ഓഫർ റേറ്റിനാണ് തരുന്നത്. പിന്നെ അതായത് ഒരു ചെറിയ ഷൂട്ട് വന്ന പ്ലാന്റ് ആണ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഒന്നല്ല 2, ഒരു വലിയ ഷൂട്ട് പിന്നെ 2 കുഞ്ഞു ഷൂട്ട്, ബേബി ഷൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാം നല്ല ഓഫർ സെയിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതാ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ബിഗ് ഷൂട്ടും പിന്നെ അതിൽ ഒരുപാട് കുഞ്ഞു ഷൂട്ട്സ്, ഒരു 4 to 5 കുഞ്ഞു ഷൂട്ട്സ് നമുക്ക് ഒരുപാട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റീസ്. ഇതൊക്കെ നമ്മുടെ വിത്ത് ഷൂട്ടഡ് ആയിട്ടുള്ള മദർ പ്ലാന്റ്സ് വിത്ത് ബേബി ഷൂട്ട്സും അല്ലാത്ത ബിഗ് ഷൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് ഷൂട്ട്സ് ഉണ്ട്. നമുക്കൊരു 5 കൂടുതൽ ഷൂട്ട്സ് ഉണ്ട് എന്തായാലും. ഈ ഒരു 1 2 3 4 5 6 ഓൾമോസ്റ്റ് 6 ഷൂട്ടൊക്കെ വരുന്ന നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു വെറൈറ്റി വരുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്നത് ഈ വെറൈറ്റീസ്, ഇതും നമ്മുടെ സൂപ്പർ റെഡ് തന്നെയാണ്. അതിൻ്റെ കുറച്ചുകൂടെ സൈസ് ഡിഫറൻസ് ഉള്ളത്. ഇതൊക്കെ നമുക്ക് 550 വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. 500 550 നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് കുറച്ചുകൂടെ റേറ്റ് ഡിഫറൻസിന് ഓഫർ സെയിലിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതനുസരിച്ച് ബുക്ക് നമുക്ക് ഇത് അയക്കാം, സ്ക്രീൻഷോട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കാണുന്ന പ്ലാന്റ്സ് എല്ലാം നമുക്കൊരു 280 300 സ്റ്റാർട്ട് ചെയ്യുന്ന വെറൈറ്റികളാണ് കേട്ടോ. എന്നുവെച്ചാൽ സൂപ്പർ റെഡ് തന്നെയാണ്. ഇതിൻ്റെ നമുക്ക് ഗ്രീൻ കളർ വെരിഗേഷൻസ് ഉള്ളതാണ്. അത് ഗ്രീൻ കളർ വന്നിട്ടാണ് റെഡ് കയറി വരുന്നത്. അപ്പോൾ അത് ഫുള്ളി റെഡ് കയറി വരാത്ത വെറൈറ്റിയും ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാവുന്നതാണ്. അതനുസരിച്ച് നമ്മൾ റേറ്റിംഗ് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും കേട്ടോ. ഇതിലൊക്കെ കേട്ടോ ഇത്രയും നല്ല ഗ്രീൻ കളർ വെരിഗേഷൻ ഉള്ള പ്ലാന്റ്, നല്ല ഷൂട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ കളർ വെരിഗേഷൻ ഉള്ള പ്ലാന്റ് ആണോ താല്പര്യം അതനുസരിച്ച് സ്ക്രീൻഷോട്ട് ഇടാം. അല്ലാതെ റെഡ് ആണോ വേണ്ട അങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെയും ഇടാവുന്നതാണ്. കാരണം ഇതെല്ലാം സൂപ്പർ റെഡ് തന്നെയാണ്. ഗ്രീൻ കളർ വെരിഗേഷൻസ് മാറി നല്ല റെഡ് കളറിലോട്ട് ഇത് വരും. അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് അത് കളർഫുള്ളി മാറി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഈ പ്രത്യേകത. നമ്മൾ നേരത്തെ കണ്ട നല്ല റെഡ് വെറൈറ്റി ഒക്കെ ഇതേപോലെ ഇങ്ങനത്തെ ഒരു ഗ്രീൻ കളർ ആയിട്ട് പിന്നെ റെഡിലോട്ട് ആയതാണ്. അപ്പോൾ അതൊക്കെ ആ വെറൈറ്റീസ്. പിന്നെ എന്താ നല്ല ഫുള്ളി റെഡായ നല്ല പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പായിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കൊച്ചിൻ ബീച്ചും പിന്നെ നമ്മുടെ സൂപ്പർ റെഡൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് നട്ടതാണ്. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ കൊച്ചിൻ എസ്കാഡ് ഷൂട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഷൂട്ടുള്ള പ്ലാന്റ്സ് ഷൂട്ടില്ലാത്ത. അപ്പോൾ ഈ കൊച്ചിൻ എസ്കാഡ് നമുക്ക് 280 300 450 അങ്ങനെ പല റേഞ്ചിലാണ് കൊച്ചിൻ എസ്കാഡ് വരുന്നത്. ഇതിൻ്റെ ഷൂട്ട് ഉള്ള പ്ലാന്റ്സ് സിംഗിൾ ഷൂട്ട്സ് അങ്ങനെ പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് ഒരു 3 പ്ലാന്റേ കാണിക്കുന്നുള്ളൂ. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് ഇടാം. അടുത്ത വരുന്ന കൊച്ചിൻ ബീച്ച് ഒരുപാട് പേര് ചോദിച്ചു. കൊച്ചിൻ ബീച്ചും കൊച്ചിൻ സൂത്ര എന്നൊക്കെ പറയും ഒരുപാട് പേര് തിരക്കിയൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 380 ഈ റേഞ്ചിലാണ് നമ്മുടെ കൊച്ചിൻ ബീച്ച് വരുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് അയച്ചു തരുന്നതായിരിക്കും. അടുത്ത വരുന്ന ഒരു ബേബി പിങ്ക് വെറൈറ്റിയാണ്. ഈ ഒരു വെറൈറ്റി നമുക്ക് വരുന്നത് 300 350 ഈ റേഞ്ചിലാണ് ഇതിൻ്റെ പ്ലാന്റ്സ് വരുന്നത്. അത് നമുക്ക് 4 ഇഞ്ച് 5 ഇഞ്ചും പോട്ട് സൈസിൻ്റെ ബേസിസിലാണ് 300 350 വരുന്നത്. 4 ഇഞ്ചിനുള്ളത് 300 5 ഇഞ്ചിലുള്ള 350. ജസ്റ്റ് 50 റുപ്പീസിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ ഡിഫറൻസ്. അടുത്ത വരുന്ന നമ്മുടെ ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്.
പരീസോ ബേർഡേ എന്ന് പറയുന്ന അതിൻ്റെ എന്താ പറയുക നല്ല ഇങ്ങനത്തെ ഒരു കളറൊക്കെ ഉള്ള സ്പോട്ടിങ്സ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. കാരണം ഇടയ്ക്ക് ഒരുപാട് പേര് നമ്മുടെ തിരക്കിട്ടപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പ്ലാന്റ്സ് നമുക്കുണ്ടായിരുന്നു, അതൊക്കെ സോൾഡ് ഔട്ട്. കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പരീസോ ബേർഡേ നമുക്ക് 350ക്കും 400-നൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വളരെ ലിമിറ്റഡ് പീസസ് ഇപ്പോൾ ഉള്ളൂ. ഒരുപാട് വലിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അതൊക്കെ നമുക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ അതാ ഈ പ്ലാന്റ്സ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ റോഡോഡൻ ടൈഗറിന്റെ ജംബോ വേർഷനാണ്. അപ്പോൾ റോഡോഡൻ ടൈഗർ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം, അതിന്റെ ജംബോ വേർഷനിൽ ബുഷി പ്ലാന്റ് ഇതിൽ തന്നെ നമുക്കൊരു 5 to 6 ഷൂട്ട് ഉണ്ട്. അപ്പം നമ്മൾ ഇതിന്റെ കൂടെ തന്നെ റോഡോഡൻ ടൈഗറും കൂടെ നമ്മുടെ നോർമൽ മിനിയേച്ചർ വെറൈറ്റിയും കൂടെ കാണിക്കുന്നതായിരിക്കും. സാധാരണ ആ വെറൈറ്റി അഗ്ലോണിയം എന്ന് പറയുമ്പോൾ നമുക്ക് മിനിയേച്ചറേ വരത്തുള്ളൂ. ഇത് അതിൻ്റെ ജംബോ വേർഷൻ വെച്ചാൽ മിനിയേച്ചറിനേക്കാൾ കുറച്ചുകൂടെ സൈസ് വരും. ഇതാണ് മിനിയേച്ചർ കണ്ടത്. ഇത്രയും ബുഷിയായിട്ട് ഒരുപാട് 10-12 ഷൂട്ടിൽ കൂടുതൽ ഒരുപാട് ഷൂട്ട്സ് ഉള്ള ബുഷിയായിട്ടുള്ള പോട്ടാണ് ഇത്. പക്ഷേ ഇത് മിനിയേച്ചറാണ്, അധികം ഹൈറ്റ് ഒന്നും വെക്കത്തില്ല, സൈസും വെക്കത്തില്ല. പക്ഷെ അതേപോലെ അല്ല നമ്മുടെ ജംബോ വേർഷൻ. ജംബോ വേർഷൻ കണ്ടോ, കുറച്ച് ഇത് മിനിയേച്ചർ നല്ല സ്മോളും, ജംബോ കുറച്ചുകൂടെ വലിയ ലീവ്സും വലിയ പ്ലാന്റാണ്. അപ്പം ഈ റോഡോഡൻ ടൈഗറൊക്കെ നമുക്ക് 400-നൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ്, ഇത്രയും ബുഷിയായിട്ടുള്ളത്. പിന്നെ അടുത്ത് നമ്മൾ സിൽവർ പോത്തസ്, സിൽവർ മണി പ്ലാന്റ് ആണ്. സിൽവർ മണി പ്ലാന്റ് 180-യുടെ പ്ലാന്റ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആകെ ഒരു പ്ലാന്റേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത് നമ്മുടെ ജോയ്ബിയും വളരെ എന്താ പറയുക റെയർ ആയിട്ടും ഒരുപാട് പേര് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഒരു ഫ്ലോറൻഡോൺ വെറൈറ്റി ജോയ്ബി കണ്ടോ, ഒരു ജെ കളർ അല്ലെങ്കിൽ ഒരു ജഗ് ഷേപ്പിലാണ് ഈ ഒരു പ്ലാന്റിന്റെ ലീഫ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് ജോയ്ബിയുടെ ഒക്കെ പ്ലാന്റ്സ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ 300-നും 380-യുടെയും പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ. നല്ല ഒരു ഷേപ്പുള്ള നല്ല ലീഫിനൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ജോയ്ബി വരുന്നത്. പിന്നെ അതാ നമുക്കിത് മിൽക്ക് കോൺഫെറ്റി സിങ്കോണിയംസ് ആണ്. അപ്പോൾ സിങ്കോണിയം നമ്മൾ ഓൾറെഡി നേരത്തെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മുടെ ആൽബോയ് നമ്മൾ നേരത്തെ വീഡിയോ ക്ലിപ്പിങ്ങിൽ തന്നെ നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാമഫ്ലോഗ് അല്ലെങ്കിൽ കാമഫ്ലോഗ് എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ 350-യുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു വെറൈറ്റി ആണത്. ഇതൊരു അഗ്ലോണിമയുടെ ഒരു വേരിയൻ്റ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ ഫ്ലോറിഡ ഗോസ്റ്റ് അല്ലെങ്കിൽ ഫ്ലോറിഡ ബ്യൂട്ടി എന്ന് പറയുന്നതിൻ്റെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് 120, 150, 220, അതായത് 120, 150, 220 വരെ റേഞ്ച് ഉണ്ട്. കാരണം പ്ലാന്റിൻ്റെ സൈസ് കണ്ട് ഇതൊക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. അപ്പം ഇതിന് ബുഷി പോട്ടാണ് നമ്മൾ മുൻപ് സെയിൽ ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു സിംഗിൾ ഷൂട്ടായിട്ട് കൊണ്ടുവരാമോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്ലാന്റ്സ് അവൈലബിൾ ആക്കിയിട്ട്. പിന്നെ വരുന്ന ഫെവനിയോണിൻ്റെ ഷൂട്ടുള്ള കുഞ്ഞി ഷൂട്ടുള്ള പ്ലാന്റ്സ്, സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ്സ്. ഫെവനിയോൺ അപ്പോൾ നമുക്ക് 350, 260, 260, 350-നൊക്കെയാണ് നമ്മുടെ ഫെവനിയോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം മുൻപ് നമ്മൾ സെയിൽ ചെയ്തപ്പോൾ നല്ല റേറ്റിനാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പം നമുക്ക് ഇത്തിരി റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് നമ്മൾ റെഡ് എമറാൾഡ് ആണ്. റെഡ് എമറാൾഡ് നമുക്ക് 200-ന് 260-നൊക്കെയാണ് കേട്ടോ പ്ലാന്റ്സ് അവൈലബിൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്ലിയറൻസ് സെയിലാണ്. ഈ റേറ്റ് ആയിരിക്കത്തില്ല ഇനി, ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രം ക്ലിയറൻസിന് വേണ്ടിയുള്ള സെയിലാണ്, അതാണ് ഈ റേറ്റ്. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ഈ ഒരു ബുഷി പോട്ട്സ്. നമുക്ക് എപ്പോഴും എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. ഇതിൻ്റെ ബുഷി പോട്ട്സ് വളരെ ലിമിറ്റഡ് പീസസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ സ്പേസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതൊക്കെ ക്ലിയറൻസ് സെയിൽ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ബുഷി പോട്ട് നമുക്കിപ്പം നല്ല റേറ്റിന് കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ 420 ആണ് ഇപ്പം വയ്ക്കുന്നത് റേറ്റ്. കാരണം ഒരുപാട് ഷൂട്ട്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഷൂട്ട്സ്. നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഇത് ഫോട്ടോ അല്ല, വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട്. ഒരുപാട് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇനി അടുത്ത വരുന്നത് നമ്മുടെ എയർ പ്ലാന്റ്സ്. ഇത് ബഡ് വന്നു തുടങ്ങിയ പ്ലാന്റാണ്. നല്ല റെഡ് കളർ സ്റ്റാർട്ടിങ് ഒക്കെ വന്നിട്ട് ബഡ് വന്നത്. അത് നമുക്ക് ബഡ് വരാറാകുമ്പോഴാണ് നല്ല റെഡ് കളറായിട്ട് ഇത് വരുന്നത്. എന്ന് വെച്ചാൽ റെഡ് വെറൈറ്റിയിൽ റെഡ് കളർ വരും, എൻ്റെ അതിലൊരു ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് ഫ്ലവർ, യെല്ലോ വെറൈറ്റിയിൽ സൈഡിൽ യെല്ലോ വന്നിട്ട് ഒരു വൈറ്റ് ഫ്ലവർ. അങ്ങനെയാണ് ഈ വെറൈറ്റിയുടെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ പറയുക, നമുക്ക് ബഞ്ചായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ. എന്ന് വെച്ചാൽ ഷൂട്ടുള്ള പ്ലാന്റ് 2, 3, 4 ഷൂട്ട്സ് ഒക്കെയാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കുഞ്ഞി പ്ലാന്റ്സും ഉണ്ട്. അപ്പം പിന്നെ ഇത് നമ്മുടെ യെല്ലോ വെറൈറ്റി കണ്ടോ, ഇതിലും മുട്ട് വന്ന് തുടങ്ങിയ വെറൈറ്റിയാണ് കേട്ടോ. ബഡ്സ് ഒക്കെ വന്ന ബുഷി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബഞ്ച് 160 ആണ് കേട്ടോ. 160K ഉള്ള പ്ലാന്റ്സ് ആണ്. അപ്പം താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്യാം. ബഡുള്ള പ്ലാന്റ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് തരാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ചെറിയൊരു കളർ ഡിഫറൻസ് ആണ്, നമ്മുടെ ഷെയ്ഡ് നെറ്റിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ ഇതിലും കാണുന്നത്. പിന്നെ അടുത്ത വരുന്നൊരു ടിപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് പ്ലാന്റ്സ് ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്നത്. ഇതേപോലെ ഇത്രയും ബുഷിയാക്കാനുള്ള
കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബഡ്സ് കണ്ടോ, അഗ്ലോണിമയിൽ എല്ലാ പ്ലാന്റ് പോലും മൊട്ട് വരും. മൊട്ട് വരുമ്പോൾ നമ്മൾ അതിനെ വിരിയിക്കുക വെച്ചാൽ അതിനവിടെ നിർത്തിയത് ഇതായിരിക്കും നമ്മുടെ അവസ്ഥ, ഇതേപോലെ ആകും പ്ലാന്റ്. പക്ഷെ അതേസമയം നിങ്ങൾ അങ്ങനെ ആകണ്ട, ബുഷി ആകണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ബഡ്സിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. കാണുമ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് കട്ട് ചെയ്താലും മതി. ഓക്കെ, ഇതാ ഇങ്ങനെ കട്ട് ചെയ്തുള്ള ഗുണമെന്ന് വെച്ചാൽ പ്ലാന്റ് നല്ല ഹെൽത്തിയും ബുഷിയാണ്. അല്ലെങ്കിൽ ഇതാ ഇതേപോലെ നല്ല രീതിയിൽ നീണ്ട് പ്ലാന്റ് ഒരു ഭംഗിയില്ലാതായിപ്പോൾ. ഇതാ ഇങ്ങനെ നല്ല ബുഷിയാക്കണമെങ്കിൽ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിനൊക്കെ ബഡ്സ് വരുമ്പോൾ നിങ്ങൾ അപ്പം ഇതിനെ കട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ്സ് നല്ല ബുഷിയായിട്ട് നിർത്താൻ പറ്റും. പിന്നെ ഇനി വരുന്നത് വെച്ചാൽ നമ്മൾ 2-3 ദിവസം കുറച്ച് ദിവസം ആഴ്ചകളായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ഫോണൊക്കെ കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് മെസ്സേജ് അയക്കാനും വീഡിയോ ഇടാനും ഒന്നും പറ്റാത്ത. അപ്പോൾ അത് ഒരുപാട് പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ആർക്കെങ്കിലും വിട്ടുപോയിട്ടേക്ക് മെസ്സേജ് അയക്കുക, നമ്മൾ മാക്സിമം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാൻസ് ഒക്കെ ഈ വീക്കും കമ്മിങ് വീക്കിലും ആയിരിക്കും ഡിസ്പാച്ച്. അതിനുള്ളിൽ തന്നെ നമ്മൾ മാക്സിമം ഡിസ്പാച്ച് തീർക്കണം. കാരണം ഇത് നമ്മുടെ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്നാണ് നമ്മളിത് പ്ലാൻസിന് ഡിസ്പാച്ച് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം നമ്മൾ മാക്സിമം എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞതെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.